എന്താണ് PM ശ്രീ സ്കൂൾ പദ്ധതി? PM ശ്രീ പദ്ധതി അല്ലെങ്കിൽ PM ശ്രീ യോജന എന്നത് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതിന്റെ ചുരുക്കരൂപമാണ്. ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന ഒരു പുതിയ വിദ്യാഭ്യാസ പദ്ധതിയാണ് ഇത്. 2022 സെപ്റ്റംബർ 5 അധ്യാപക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. രാജ്യത്ത് ഇപ്പോഴുള്ള വിദ്യാഭ്യാസ രീതി കൂടുതൽ മെച്ചപ്പെടുത്തുകയാണ് പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം. ഇന്ത്യയിലെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് ഇതിലൂടെ മുൻതൂക്കം നൽകുന്നത്. PM ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇന്ത്യയിലുടനീളമുള്ള സ്കൂളുകൾ നവീകരിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. PM ശ്രീ സ്കൂൾ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വിദ്യാർത്ഥികളെ ഏകീകൃതവും സമഗ്രവുമായ വ്യക്തിത്വമുള്ളവരാക്കി വളർത്തുകയാണ് ഈ പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. പ്രായോഗിക അധിഷ്ഠിതവും കഴിവ് അടിസ്ഥാനമാക്കിയുള്ളതുമായിരിക്കും പഠനരീതി. അതിനുവേണ്ടി വിദ്യാർത്ഥികൾക്കായി ആധുനികവും മികച്ച ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്ന മാതൃകാ സ്കൂളുകൾ രൂപപ്പെടുത്തുക. എല്ലാ വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളുന്നതും സ്വാഗതം ചെയ്യുന്നതുമായ അന്തരീക്ഷം ഉറപ്പാക്കാനും സുരക്ഷിതമായ ഒരു പഠന അന്തരീക്ഷം പ്രദാനം ചെയ്യാനും ഈ സ്കൂളുകൾക്ക് സാധിക്കണം. വൈവിധ്യമാർന്ന പഠനാനുഭവങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന നല്ല ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും എത്താൻ സാധിക്കുന്ന രീതിയിലുള്ള പഠന സംവിധാനം രാജ്യത്ത് കൊണ്ടുവരിക. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ആശയങ്ങൾ പ്രാവർത്തികമാക്കുക. ഇന്ത്യയിലെ ജനങ്ങളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഭാരത സർക്കാർ രൂപീകരിച്ച ഒരു നയമാണ് ദേശീയ വിദ്യാഭ്യാസ നയം. മോദി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. 2020 ആണ് ആ മാറ്റം സർക്കാർ കൊണ്ടുവന്നത്. ഇതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് PM ശ്രീ സ്കൂൾ പദ്ധതി. ദേശീയ വിദ്യാഭ്യാസ നയം 2020 നടപ്പിലാക്കുന്നതിലൂടെ സമത്വം ഉൾക്കൊള്ളാനും നല്ലൊരു സമൂഹം കെട്ടിപ്പടുക്കാനും വിദ്യാർത്ഥികളെ ഉത്പാദന ശേഷിയുള്ള ഒരു തലമുറയായി കെട്ടിപ്പടുക്കാനും ഇതുവഴി നല്ല പൗരന്മാരായി മാറ്റാനും സാധിക്കും. 20 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് പദ്ധതിയുടെ നേരിട്ടുള്ള ഗുണം ലഭിക്കും. സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മയുടെ വിവിധ തലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. മാത്രമല്ല, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പഠനം നമ്മുടെ രാജ്യത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. സാങ്കേതിക വിദ്യയുടെയും സ്മാർട്ട് ക്ലാസ് റൂമുകളുടെയും സഹായത്തോടെ പഠനം ആധുനികമാക്കുക. ആത്മനിർഭർ ഭാരത് ലക്ഷ്യത്തിന് അനുയോജ്യമായി 21ാം നൂറ്റാണ്ടിലെ വിദ്യാർത്ഥികളെ വളർത്തുക. ഹരിതവും പരിസ്ഥിതി സൗഹൃദവുമായ സ്കൂൾ അന്തരീക്ഷം ഉറപ്പാക്കുക തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. PM ശ്രീ സ്കൂൾ പദ്ധതിയുടെ ചില പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓരോ സംസ്ഥാനത്തും നിലവിലുള്ള സർക്കാർ സഹായം ലഭിക്കുന്ന സ്കൂളുകൾ തിരഞ്ഞെടുത്ത് അവയെ PM ശ്രീ സ്കൂളുകളാക്കി മാറ്റും. 14,500 സർക്കാർ സ്കൂളുകളെ മാതൃകാ സ്ഥാപനങ്ങളാക്കി ഉയർത്തുമെന്നാണ് PM ശ്രീ പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പദ്ധതിയിൽ ഉൾപ്പെടുന്ന സ്കൂളുകളിൽ സമഗ്രമായ വികസനം നടക്കും. 2022-2023 മുതൽ 2026-2027 വരെയുള്ള 5 വർഷങ്ങളിലായാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രം, ഗണിതം, ഭാഷ, കല, കായികം, തൊഴിൽപരമായ വിദ്യകൾ എന്നിവയിൽ സമഗ്രമായ പരിശീലനം ലഭിക്കും. സോളാർ പവർ, മഴവെള്ള സംഭരണം, മാലിന്യ നിവാരണം തുടങ്ങിയ പരിസ്ഥിതി സൗഹൃദ സംവിധാനങ്ങൾ സ്കൂളുകളിൽ നടപ്പാക്കും. ശിശു സൗഹൃദ ഫർണിച്ചറുകൾ, ഔട്ട്ഡോർ കളി സാമഗ്രികൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ടുവരും. സയൻസ് സർക്കിളുകൾ, ഗണിത സർക്കിളുകൾ, സംഗീതം, നൃത്ത സർക്കിളുകൾ എന്നിങ്ങനെ വ്യത്യസ്ത സോണുകൾ ഉണ്ടായിരിക്കും. ഇപ്പോഴുള്ള പഠന രീതിയിൽ നിന്നും മാറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പഠന രീതിയിലേക്ക് മാറും. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കും. പ്ലാസ്റ്റിക് വിമുക്തം, ജലസംരക്ഷണവും വിളവെടുപ്പും സംബന്ധിച്ച പഠനങ്ങളും ഉണ്ടായിരിക്കും. സ്കൂളുകൾ ഹരിത വിദ്യാലയങ്ങളായി വികസിപ്പിക്കും. PM ശ്രീ ഡാഷ്ബോർഡ് ഓൺലൈനിൽ നിലവിൽ 1077 സ്കൂളുകൾ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ 839 കേന്ദ്രീയ വിദ്യാലയങ്ങളും 599 നവോദയ വിദ്യാലയങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. ബാക്കിയുള്ള 8639 സ്കൂളുകൾ സംസ്ഥാന സർക്കാരുകളോ പ്രാദേശിക സർക്കാരുകളോ ആണ് നടത്തുന്നത്. 27,360 കോടി രൂപയുടെ മൊത്തം പദ്ധതി ചെലവ് കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ PM ശ്രീ സ്കൂളുകൾ രാജ്യത്തെ എല്ലാ കുട്ടികൾക്കും സമഗ്രവും ഗുണമേന്മയുള്ളതുമായ വിദ്യാഭ്യാസം, സാങ്കേതികവും മൂല്യാധിഷ്ഠിതവുമായ പഠനാന്തരീക്ഷം നൽകുന്ന മാതൃകാ സ്കൂളുകളാണ്.